അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ച് വായിച്ച് കേട്ടോ, സമയമെടുത്ത് വായിച്ച് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ചാടിക്കയറി ചെയ്ത് തെറ്റിക്കേണ്ട. പിന്നെ ഉറപ്പായിട്ടും അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻസ് അത് പഠിച്ചോണം. അതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോണം കേട്ടോ. ഓക്കെ, ശരി. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവേണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. 2 പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. പ്രസ്താവന 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രസ്താവന. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. പിള്ളേരെ, ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഈ ഒരു പോയിന്റ് പഠിച്ചതാണെന്ന് തോന്നുന്നു അല്ലെ. ഈ മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. അത് നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചതാണത്. ഓക്കെ, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു പ്രസ്താവന, അതായത് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണെന്ന് അറിയാം. നമുക്കിനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കണം. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കണം. നമുക്ക് ഓപ്ഷൻ എ കളയാം, അതുപോലെ ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാം, കളയാം. ഒന്നുകിൽ പ്രസ്താവന 2 അല്ലെങ്കിൽ പ്രസ്താവന 2 പ്രസ്താവനകളും ശരി. അതാണ് ഓപ്ഷനായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് നമ്മൾ സമമർദ്ദ മേഖല അല്ലെങ്കിൽ സമമർദ്ദ രേഖകൾ എന്നൊന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് തമ്മിൽ അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് എങ്ങനെയായിരിക്കും? മർദ്ദച്ചെരിവ് കുറവായിരിക്കും. മനസ്സിലായ? മർദ്ദച്ചെരിവ് കുറവായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കർച്ചീഫ് തന്നെ. മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ. മനസ്സിലായി? നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത്. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഈ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം 1 തെറ്റും 2 ശരിയുമാണ്. അതായത് പ്രസ്താവന 2 മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം ചെയ്തേ. ഇത് ഇപ്പം റീസെന്റ് ആയിട്ട് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ച് വരുന്ന കാർഷിക സമ്പ്രദായം അത് ഏതാണ് പിള്ളേരെ? അത് തീവ്ര ഉപജീവന കൃഷിയാണ് കേട്ടോ. തീവ്ര ഉപജീവന കൃഷിയാണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. തീവ്ര ഉപജീവന കൃഷിയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖലയുടെ പേര്. തെക്കേ ഇന്ത്യൻ സമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള ഉച്ചമർദ്ദ മേഖലയുടെ പേരെന്നാണ് ചോദ്യം. അപ്പോൾ മസ്കരീൻ ഹൈ ആണ് കേട്ടോ. മസ്കരീൻ ഹൈ ആണ് എന്റെ ആൻസർ. ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി ആണ് എന്റെ ആൻസർ ആയിട്ട് വേണം. മസ്കരീൻ ഹൈ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. ഉപദ്വീപീയ ഇന്ത്യൻ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാല് പശ്ചിമഘട്ടമാണ് കേട്ടോ. പശ്ചിമഘട്ടമാണ് ആൻസർ കേട്ടോ. പശ്ചിമഘട്ടമാണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. വലനം കാരണം രൂപീകരിക്കപ്പെട്ട വടക്ക് പർവ്വതനിര ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്.
താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സംയോജക സീമയിൽ രൂപം കൊണ്ടത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. അതായത് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണോ ഹിമാലയം? വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര തന്നെയാണ് ഏത് പറയുന്നത്, ഹിമാലയം എന്ന് പറയുന്നത്. അത് ശരിയാണ്, ശരിയാണ്. അടുത്ത്, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര. ഹിമാലയത്തിന് പ്രായം കുറവാണോ? ഹിമാലയത്തിന് പ്രായം കുറവാണ്. സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ്. എന്താ ഈ സംയോജക സീമ എന്നറിയോ? എന്തോ ഈ സംയോജക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫലകങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് സംയോജക സീമ എന്ന് പറയുന്നത്, അല്ലേ? അതിന് ഫലകങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്, സംയോജിക സീമ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് നമ്മളത് പഠിക്കുന്നുണ്ട്. ഹിമാലയം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഏതൊക്കെ ഫലകങ്ങൾ കൂടിച്ചേർത്തിട്ടാണ് ഈ ഹിമാലയം രൂപം കൊണ്ടിട്ടുള്ളത്. ആസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂടെ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പം സംയോജക സീമയിൽ രൂപം കൊണ്ടത് എന്ന് പറയുന്നതും ശരിയാണ്, അല്ലെ? സംയോജക സീമയിൽ രൂപം കൊണ്ടത് എന്ന് പറയുന്നതും ശരിയാണ്. ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവയൊന്നുമല്ല, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും തെറ്റല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഹിമാലയത്തിന്റെ രൂപീകരണം നമുക്കിപ്പോ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് SCERT പോർഷനിൽ പറയുന്നത് തന്നെയാണ്. അത് അതുപോലെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഈ പോയിന്റ്സ് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരെന്നാണ് ചോദ്യം. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. വളരെ അതിന്റെ ആൻസർ CS മീനാക്ഷിയാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പുതിയൊരു ചോദ്യം PSC ഇങ്ങനെ കൊണ്ടുവരികയും പിന്നെ കുറച്ച് തവണ ആ ചോദ്യം റിപ്പീറ്റ് ഇടുന്ന ഒരു രീതിയുമുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. മനസ്സിലായ? ഒരു പുതിയ ചോദ്യം നമ്മളെ മുന്നിലേക്ക് ആദ്യം ഇട്ട് തരും, പിന്നെ അത് 2-3 തവണ ആ ചോദ്യം പല രീതിയിൽ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം, അതായത് ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് CS മീനാക്ഷിയാണ് കേട്ടോ. CS മീനാക്ഷിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഏതാ? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്, അല്ലെ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുക. നിങ്ങൾക്ക് അത് അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞേട്ടാ. നമ്മുടെ ഈ എങ്ങനെയാണ് ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വരുന്നത്? ഭൂമധ്യരേഖയ്ക്ക് എത്ര ഡിഗ്രി വടക്കും തെക്കുമായിട്ടാ വരുന്നത്? അവിടെ ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി, ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി. ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി വടക്ക്, അതുപോലെ 30 ഡിഗ്രി തെക്കും തെക്കിനുള്ളിലും സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എന്ന് പറയുന്നത്. 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കാര്യം എന്തെന്നറിയാമോ? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാൻ കാരണം എന്തെന്നറിയോ നിങ്ങൾക്ക്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് പണ്ട് ഈ പായ്ക്കപ്പലുകളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഈ മറ്റേ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുതിരകളെയൊക്കെ കൊണ്ടുപോകും. കുതിരകളെ കൊണ്ടുപോകുമ്പോൾ ഈ ഭാഗം കടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, അതായത് ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല കടന്നു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കൊണ്ടുപോകുന്ന കപ്പലുകളിലെ കുതിരകളെയൊക്കെ എന്ത് ചെയ്യും? ഈ കടലിൽ ഉപേക്ഷിക്കും ഈ ഭാഗത്ത്. മനസ്സിലായ? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ നമ്മുടെ ഈ ഗതാഗതത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഈ കുതിര എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എത്തുന്ന സമയത്ത് അത് കടന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട്, പായ്ക്കപ്പലുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ കുതിരകളെ കപ്പലിൽ നിന്ന് കടലിലേക്ക് ഇറക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കും. അടുത്ത ചോദ്യം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? പെരിഹീലിയൻ എന്താണ്? പെരിഹീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഹീലിയൻ എന്ന് പറയുന്നത് അല്ലേ. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെരിഹീലിയൻ എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും അകലെ പോകുന്നത് എന്താണ് വളരെ? അത് അബ്ഹീലിയൻ ആണ് അല്ലെ. സൂര്യനും ഭൂമിയും അകലെയായി പോകുന്നത് അബ്ഹീലിയനും, സൂര്യനും ഭൂമിയും അടുത്തടുത്ത് വരുന്നത് പെരിഹീലിയനുമാണ്. അടുത്ത്, നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തെ പറയുന്ന പേരെന്താണ്? നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തെയാണ് നമ്മൾ ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയും. അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അല്ലെ. ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. ഓക്കെ. അടുത്ത ചോദ്യം, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. പക്ഷെ വേറൊരു ചോദ്യം വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് പറഞ്ഞു, വേറൊരു ചോദ്യം വരികയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെ വരും? അത് ഡെറാഡൂണിൽ വരും കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡെറാഡൂൺ വരും കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? ഡെറാഡൂൺ ആണ്. അപ്പൊ ഇന്ത്യ എന്ന വാക്ക് ആദ്യം വരികയാണെങ്കിൽ ഡെറാഡൂൺ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയെ എല്ലാവർക്കും ഡെറല്ലേ, ഇന്ത്യയെ പാകിസ്ഥാനൊക്കെ ഡെറല്ലേ, പേടിയല്ലേ? ഇന്ത്യ ഡെറാണെന്ന് ഓർത്ത് വെച്ചിരുന്നത് മതി കേട്ടോ. അപ്പൊ ഇന്ത്യ എന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് അതൊരു ചോദ്യം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ അത് വേറൊരു ചോദ്യം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? ഡെറാഡൂണിലുമാണ് കേട്ടോ. അടുത്ത ചോദ്യം ചെയ്തേ, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 4 ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ജലപാത 4 ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഏതാണ് ഇതില്? ഓപ്ഷൻ ബി ആണ്, കാക്കിനാഡ പുതുച്ചേരിയാണ് ദേശീയ ജലപാത 4 എന്ന് പറയുന്നത്. ഓക്കെ. ഹാൽദി അഹമ്മദാബാദ് ഏതാ? ഹാൽദി അഹമ്മദാബാദ് ഒന്നാണ് കേട്ടോ. ഹാൽദി അഹമ്മദാബാദ് ഒന്നാണ്. കൊല്ലം കോട്ടപ്പുറം ഏതാ? കൊല്ലം കോട്ടപ്പുറം 3ആണ്. അടുത്ത് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ 5 ആണ്. ദേശീയ ജലപാതകൾ പ്രധാനപ്പെട്ട 6 എണ്ണവും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും പഠിച്ചിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചോദ്യം വരാറുണ്ട്. അടുത്ത്, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ്? പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് 66 ഡിഗ്രിയാണ് അല്ലെ. 66 ഡിഗ്രിയാണ്. ലംബതലത്തിലുള്ള ചരിവ് എന്ന് ചോദിച്ചാലോ? ലംബതലത്തിലുള്ള ചരിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് പിള്ളേരെ? അത് 23.5 ഡിഗ്രിയാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 66.5 ഡിഗ്രിയും. ലംബതലത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 23.5 ഡിഗ്രിയുമാണ് കേട്ടോ. ലംബതലത്തിൽ ചോദിച്ചാൽ അത് 23 ഡിഗ്രിയുമാണ്. രണ്ട് ചോദ്യങ്ങളാണ്. പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി, ലംബതലത്തിൽ 23 ഡിഗ്രി. ഓക്കെ. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഒന്ന് പറയേ, ഏത് പാളിയാ വരുന്നേ? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളിയാണ് ഏത്? മാൻഡിൽ അല്ലേ. മാൻഡിലാണ് ആൻസർ. മാൻഡിൽ. ഓക്കെ, മാൻഡിലാണ്.
ഓക്കെ. അടുത്ത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, പണ്ട് പോലെ ചോദിക്കുന്നതാണ്. കറുത്ത മണ്ണാണ് അല്ലെ? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് കേട്ടോ. ഓക്കെ. റബ്ബർ കൃഷിക്കാണെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്കാണെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്ത് നെൽകൃഷിക്ക് ഏതാ? നെൽകൃഷിക്ക് ഗോതമ്പ് കൃഷിക്ക് അതിനൊക്കെയോ? നെല്ല് ഗോതമ്പ് അതിനൊക്കെ എക്കൽ മണ്ണാണ് കേട്ടോ. നെല്ല് ഗോതമ്പ് അതിനൊക്കെ അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ലാറ്ററൈറ്റ് മണ്ണാണ്. ഈ കരിമ്പ് കൃഷിക്കും നല്ലത് ഏതെന്നറിയാവോ? കരിമ്പ് കൃഷിക്ക് നല്ല മണ്ണ് ഏതാ? കരിമ്പ് കൃഷിക്കും നല്ല മണ്ണ് കറുത്ത മണ്ണാണ് കേട്ടാ. കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്കും നല്ലത് ഏതാണ്? കറുത്ത മണ്ണാണ്. ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഡെക്കാൻ ട്രാപ്പ് റീജിയൻ. ഓക്കെ. ഡെക്കാൻ ട്രാപ്പ് ഈ ഒരു ക്വസ്റ്റ്യനിലെ പിള്ളേർ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിപ്പം ഓപ്ഷൻസ് ഇപ്പം ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും. എന്നാലും നമുക്കറിയാം ഡെക്കാൻ റീജിയനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റുമായിട്ട് അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് നമുക്കറിയാം. ഈ ഡെക്കാൻ മേഖല നമ്മൾ പഠിക്കുമ്പോൾ, ഡെക്കാൻ പീഠഭൂമി പഠിക്കുമ്പോഴല്ലേ നമ്മൾ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപം കൊണ്ടിട്ടുള്ള പീഠഭൂമി നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ക്രിസ്റ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. മനസ്സിലായ? ചില ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും ചില ചോദ്യങ്ങൾ നമുക്ക് ഇതുപോലെ, ഇത് എനിക്കറിയാം, ഈ പരീക്ഷ എഴുതാൻ പോയ പലർക്കും ഈ ഒരു ചോദ്യം ഒരു പുതിയ അനുഭവമായിട്ടുണ്ടാവും അല്ലെ? ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു പുതിയൊരു അനുഭവമായിരിക്കും. അപ്പോഴ് അവിടെ നമുക്ക് ഒരു ഓപ്ഷനാണ്. പല കുട്ടികളും എന്ത് ചെയ്യുന്നറിയാവോ, ഇത് നമ്മൾ അവിടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യുന്ന സമയമാണ്, ഒരു സാഹചര്യമാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഈ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപം കൊണ്ടതാണ് ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് നമുക്കറിയാം. ഓക്കെ. അല്ലെങ്കിൽ ലാവ ഉറഞ്ഞുണ്ടായത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് ഈ ഓപ്ഷൻ ബി അത് എഴുതാനുള്ള ധൈര്യം കാണിക്കുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ അയ്യോ ഇതെനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചോദ്യത്തില്. അപ്പൊ ആ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കത് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നൊരു ഐഡിയ വെച്ചിട്ട് അതൊന്ന് കറുപ്പിക്കുന്നു ശരിയാവുന്നു. അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്ക് ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ. പണ്ട് എല്ലാവരും പറയുന്നതാണ് അറിയാവുന്നത് മാത്രം എഴുതുക എന്ന്. അങ്ങനെ അല്ല. നമുക്ക് അറിയാവുന്നത് നമ്മൾ എഴുതണം. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ഗസ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? പക്ഷെ അതിനൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡെയിലി ഓരോ ക്വസ്റ്റ്യനെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. ശരി. അപ്പൊ പിള്ളേരെ പറ, 9ന്റെ ആൻസർ ഏതാണ്? 9ന്റെ ആൻസർ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഏതെന്ന് പറയുന്നത്? ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്ന് പറയുന്നത്, ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? കണ്ടുകൂട്ടേ ഉള്ള ചോദ്യമാണ് അല്ലെ? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ? സ്ട്രാറ്റോസ്ഫിയറിൽ. ഓക്കെ. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായത്തിന് ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ചോദ്യം വലുതാണെങ്കിലും ആശയം ഇത്രയേ ഉള്ളൂ. ടൈറ്റാനിയത്തിന്റെ ധാതു ഏതാണ്? ടൈറ്റാനിയത്തിന്റെ ധാതു എന്ന് പറഞ്ഞാൽ ഏതാണ് പിള്ളേരെ? ഇൽമനൈറ്റ്, റൂട്ടൈൽ അല്ലെ? ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയത്തിന്റെ ധാതുക്കൾ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പം ഇൽമനൈറ്റ് ഓപ്ഷനിലുണ്ട്, റൂട്ടൈൽ ഇല്ല. അപ്പൊ ഇൽമനൈറ്റ് ആണ് ആൻസർ. ഓക്കെ. അടുത്ത, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി ഏത് സംസ്ഥാനത്താണ് ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനം എന്ന് പറയുന്ന പദവി ലഭിച്ചത്? പിള്ളേരെ, കർണാടകയാണ്. ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് കേട്ടാ.
ആ ഈ ജിയോ ടാഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഡിജിറ്റൽ മാപ്പിലേക്ക് ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഡേറ്റ തയ്യാറാക്കി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജിയോ ടാഗിങ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡിജിറ്റൽ മാപ്പിലേക്ക് ഒരു സ്ഥലത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രദേശത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കി എടുക്കുന്നതിനെയാണ്, ഒരു ഡേറ്റ തയ്യാറാക്കി എടുക്കുന്നതിന് എന്ന് പറയുന്നത് ജിയോ ടാഗിങ് എന്ന് പറയുന്നത്. ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെനിൻസുലാർ ഇന്ത്യ വെച്ച് കഴിഞ്ഞാൽ ഉപദ്വീപീയ ഇന്ത്യയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ വളരെ? അത് ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്. അടുത്ത, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നു? പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് നമുക്കറിയാം ഗ്രീൻവിച്ച് വഴിയാണ് കടന്നു പോകുന്നത് അല്ലെ. ഗ്രീൻവിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സമയമേഖലകൾ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ പെനിൻസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയും പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന നഗരം ഗ്രീൻവിച്ചും ആണ് അല്ലെ. ഗ്രീൻവിച്ചും ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനത്തിന്റെ കോഡൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാതെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. വളരെ ഒഡീഷയിലൂടെ കടന്നു പോകുന്നില്ല കേട്ടോ. ഓക്കെ, അടുത്ത, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽനിനോ പ്രതിഭാസം നമുക്കറിയാം തെക്കേ അമേരിക്കയിൽ പെറു അല്ലെ. തെക്കേ അമേരിക്കയിലെ പെറു റീജിയനിലാണ് ഈ എൽനിനോ പ്രതിഭാസം ഉണ്ടാകുന്നത് അല്ലെ. എൽനിനോ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഓക്കെ, അത് തെക്കേ അമേരിക്ക എന്ന് തന്നെയാണ് എന്റെ ആൻസർ വരുന്നത്. തെക്കേ അമേരിക്ക എന്ന് തന്നെയാണ് എന്റെ ആൻസർ വരുന്നത്. എൽനിനോ പ്രതിഭാസം അനുഭവപ്പെടുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. ഈ എൽനിനോയെ നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താ പേര്? എൽനിനോ എന്ന പ്രതിഭാസത്തെ നമ്മളൊരു പേരിട്ട് വിളിക്കും. എന്താണ്? ഉണ്ണിയേശു എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഉണ്ണിയേശു എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ ശീതജല പ്രവാഹങ്ങള് ഉഷ്ണജല പ്രവാഹത്തിന്റെ സ്വഭാവമുള്ളതായി മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൽനിനോ എന്ന് വിളിക്കുന്നത് കേട്ടോ. എൽനിനോ അത് ഡിസംബർ മാസങ്ങളിലാണ് സംഭവിക്കുന്നത്. ഡിസംബർ മാസങ്ങളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്, ഡിസംബർ മാസത്തിലല്ലേ ഉണ്ണിയേശു ജനിച്ചത്, ഈ ഡിസംബർ മാസത്തിൽ വരുന്നത് കൊണ്ടാണ് ഈ എൽനിനോ എന്ന പേര് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത്, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ, അത് നമുക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ചോദ്യമാണ്. ലൂനെ കുറിച്ച്. ലൂ എന്ന് പറഞ്ഞാൽ ലോക്കൽ വിൻഡാണ്, ഒരു ഉഷ്ണക്കാറ്റാണ്, നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഉഷ്ണക്കാറ്റാണ്, നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? റോഡ് ടണൽ ഉദ്ദേശിക്കുന്നത് കുതിരാൻ തുരങ്കമാണ് കേട്ടോ. കുതിരാൻ തുരങ്കമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുതിരാൻ തുരങ്കം. ഈ കുതിരാൻ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണോ പാലക്കാടാണോ? തൃശ്ശൂരിലാണ് അല്ലേ കുതിരാൻ തുരങ്കം വരുന്നത്? തൃശ്ശൂരിലാണ് കുതിരാൻ തുരങ്കം വരുന്നത്. തൃശ്ശൂരിലാണ്. ഓപ്ഷൻ എ തൃശ്ശൂരാണ് ആൻസർ കേട്ടോ. കുതിരാൻ തുരങ്കം. ഓക്കെ, ഇത് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കേട്ടോ ഈ ചോദ്യം. ആദ്യത്തെ റോഡ് ടണൽ കേട്ടോ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. വീണ്ടും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. തൃശ്ശൂരിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത, താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഓക്കെ, നമുക്ക് നോക്കാടാ. ഒന്നാമത്തെ പ്രസ്താവന, അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് തെറ്റാണ്. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. നമുക്ക് ഓപ്ഷൻ സി വെട്ടിക്കളയാം, ഓപ്ഷൻ ഡി വെട്ടിക്കളയാം. കാരണം അത് രണ്ടിലും ഒന്നില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ശരിയോ തെറ്റോ? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. നമ്മളത് പഠിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് നമുക്ക് എ ഓപ്ഷനും വെട്ടിക്കളയാം. കാരണം എ ഓപ്ഷനിൽ 2 എന്ന പോയിന്റ് കിടക്കുകയാണ്. അപ്പൊ 2 നമുക്ക് ശരിയാണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്ത് വെട്ടിക്കളഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് നോക്കി ഗ്രാനൈറ്റ്. അപ്പൊ ഉത്തരം നമുക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3 എന്നിവ. ഗ്രാനൈറ്റ് ഏത് തരം അവസാദ ശിലയാണെന്നാണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് നമുക്കറിയാം, ഗ്രാനൈറ്റ് ബസാൾട്ടോ ഒക്കെ ഏതാണ്? ഗ്രാനൈറ്റും ബസാൾട്ടോ ഒക്കെ ആഗ്നേയ ശിലകളാണ് അല്ലെ? ആഗ്നേയ ശിലകളാണ്. ഓക്കെ, അപ്പൊ അത് എന്താണ് പിള്ളേരെ? അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ 1, 3 തെറ്റാണ്. നാലാമത്തെ ശരിയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു അല്ലെ? അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നതാണ് എന്തായി മാറുന്നത്? അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നിട്ടാണ് എന്തായി മാറുന്നത്? ഗംഗാ നദിയായിട്ട് മാറുന്നത് അല്ലെ? ഗംഗാ നദിയായിട്ട് മാറുന്നത്. അത് കുഴപ്പമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്ന് കേട്ടാൽ പിള്ളേരെ അഗുൽഹാസ് പ്രവാഹമാണ്. അഗുൽഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. അഗുൽഹാസ് പ്രവാഹമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ബംഗേല എവിടെയാ? ബംഗേല എവിടെയാ വരുന്നത്? ബംഗേല പ്രവാഹങ്ങളൊക്കെ ഈ പരീക്ഷയ്ക്ക് മുമ്പ്, പരീക്ഷ അടുപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം. കാരണം അത് ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോണ സാധനമാണ് കേട്ടാ. ബംഗേല പ്രവാഹം എവിടെയാണല്ലോ? അത് അറ്റ്ലാന്റിക്കിലാണ്. ഓക്കെ, ഗൾഫ് സ്ട്രീം എവിടെയാ? ഗൾഫ് സ്ട്രീമും അറ്റ്ലാന്റിക്കിലാണ്. അടുത്ത് കുറേഷ്യ എവിടെയാണ്? കുറേഷ്യ പസഫിക്കിലാണ്. ഓക്കെ, കുറേഷ്യ പസഫിക്കിലാണ്. ഓക്കെ, ഇത് നമുക്ക് എക്സാം അടുപ്പിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അത് ഇപ്പോഴേ നമുക്കത് എന്തായാലും എടുക്കും. ഞാനത് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒരെണ്ണം തന്നെയാണ് ഈ പറയുന്ന സമുദ്രജല പ്രവാഹങ്ങള്. അത് എക്സാം അടുപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ SCERT ബേസ് ചെയ്തിട്ടുള്ളതാണ്, സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ആ സമയത്ത് അതൊരു കോഡൊക്കെ വെച്ചിട്ട് ഓർത്ത് വെക്കാം. ശരി, അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം? ഒന്ന് ചെയ്തേടാ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയോ തെറ്റോ? ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ. ഈ 5.5 മണിക്കൂർ മുന്നിലാണ് പിന്നിലാണ്? അത് പലർക്കും ഡൗട്ട് വരുന്നതാണ്. ഇന്ത്യ എപ്പോഴും മുന്നിലാണെന്ന് ഓർത്ത് വെച്ചിരുന്നതല്ല. ഇന്ത്യ എപ്പോഴും മുന്നിലാണ്. നമ്മുടെ രാജ്യം എപ്പോഴും മുന്നോട്ട് പോകുന്നില്ല നമുക്ക് ഇഷ്ടം. അപ്പൊ ഇന്ത്യ എപ്പോഴും മുന്നിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അപ്പൊ ഓപ്ഷൻ എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ഉള്ളത് നമുക്ക് 2 ഓപ്ഷനിലേ ഉള്ളൂ. അപ്പൊ ബിയും ഡിയും ആദ്യമേ കളയാം. നമുക്ക് ആദ്യമേ കളയാം കേട്ടാ. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ശരിയോ തെറ്റോ? തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. അല്ല, അവിടെ എന്താ? തമിഴ്നാട് കൂടംകുളത്ത് എന്താ സ്ഥിതി ചെയ്യുന്നത്? ആണവ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? കൂടംകുളത്ത് ആണവ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത് തെറ്റാണ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. കാരണം എന്താ? ഓപ്ഷൻ എയിൽ 1ഉം 2ഉം എന്നാ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതല്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ്. തെറ്റല്ലേടാ? ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗർ ആണ് അല്ലെ? ഗാന്ധിനഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. ഓക്കെ, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അത് ശരിയാണ് അല്ലെ? സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അത് ശരിയാണ് കേട്ടോ. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേര് ഹരിക്കെയിൻ എന്നാണ് അല്ലെ? ഹരിക്കെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണ്, ഹരിക്കെയിൻസ്. അടുത്ത്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടെടുക്കുന്ന ദേശീയ ജലപാത. സ്ഥിരം ചോദ്യമാണ്. NW3 ആണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? അതും സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം വളരെ സൗദി അറേബ്യ കേട്ടോ. അതായത് പരിസ്ഥിതി ദിന ആഘോഷവും അതിന്റെ തീമും നമുക്ക് എന്ത് ചെയ്യും? ചോദിക്കും കേട്ടോ. അടുത്ത, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഈ റീസെന്റ് ആയിട്ട് വിക്ഷേപിച്ചിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഇൻസാറ്റ് 3DS ആണല്ലേ? ഇൻസാറ്റ് 3DS ആണ്.
കാലാവസ്ഥാ നിരീക്ഷണ ഉപകരണം ഇൻസാറ്റ് 3DS ആണ് കേട്ടോ. അടുത്ത് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്നാണ് ചോദ്യം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ്. ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് ആണ് ആൻസർ. സ്റ്റീരിയോസ്കോപ്പ് ആണ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയെ പറയുന്ന പേരെന്നാണ് ചോദ്യം. എന്താണ് പിള്ളേരെ? കോണ്ടൂർ രേഖകളാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്നും സീ ലെവലിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൂർ രേഖകളാണ്. കോണ്ടൂർ രേഖകളാണ്. ഓക്കെ. എന്താണ് ഈ ഐസോബാർ? ഐസോബാർ എന്താ? ഐസോബാർ എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഒരേ മർദ്ദമുള്ള മേഖലകൾ എന്ന് പറഞ്ഞില്ലേ, സമമർദ്ദ മേഖലകൾ. ഈ സമമർദ്ദ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ തമ്മിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ഐസോബാർ എന്ന് പറയുന്നത് കേട്ടോ. ഒരേ മർദ്ദമുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ന് പറയുന്നത് ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഐസോതേം എന്താ? ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഊഷ്മാവുള്ള രണ്ട് സ്ഥലങ്ങളെ, ഒരേ ഊഷ്മാവുള്ള അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചറുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് പറയുന്നത്? ഐസോതേം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഐസോ ഹാലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോഹാലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഐസോഹാലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഉപ്പുരസം അല്ലെ. ഒരേ ഉപ്പുരസമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്ത് പറയുന്നത്? ഐസോഹാലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കോണ്ടൂർ രേഖയാണ്. ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നത് ഐസോബാറും, ഒരേ ഊഷ്മാവുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഐസോതേമും, അതുപോലെ ഒരേ ഉപ്പുരസമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോഹാലൈനുമാണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? ഡോഡാബേട്ട നമുക്കറിയാം നീലഗിരിയാണ് അല്ലെ. നീലഗിരി കുന്നുകളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഓക്കെ. ഡോഡാബേട്ട എവിടെയാ? സംസ്ഥാനത്താ ഡോഡാബേട്ട? ഏത് സംസ്ഥാനം അറിയോ? ഡോഡാബേട്ട തമിഴ്നാടാണ്. ഈ ഡോഡാബേട്ടയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? കേരളത്തിലല്ല, ദക്ഷിണേന്ത്യയില് ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കേട്ടോ. മൂന്നാമത്തെ കൊടുമുടിയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അങ്ങനെയൊക്കെ പ്രത്യേകതയുണ്ട്. 2637 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 2637 മീറ്റർ ആണ് ഉയരം. ആദ്യം ആനമുടിയാണ് 2695. രണ്ടാമത് നമ്മുടെ മീശപ്പുലിമലയാണ്. മീശപ്പുലിമല 2640. മൂന്നാമതായിട്ട് നമ്മുടെ തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന ഡോഡാബേട്ട കൊടുമുടിയാണ്. 2637 മീറ്റർ ആണ് ഉയരം വരുന്നത്. അത് നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഈ കാർഡമം ഹിൽസ് അല്ലെങ്കിൽ കാർഡമം കുന്ന് എവിടെയാണെന്ന് അറിയോടാ? കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ? കാർഡമം ഹിൽസ് അറിയോ പിള്ളേരെ? കേരളത്തിൽ നമ്മൾ ഈ പശ്ചിമഘട്ട മലനിരകൾ നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമ്മൾ കേരളത്തിൽ അത് സഖ്യപർവ്വതം എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു അല്ലേ. പശ്ചിമഘട്ട മലനിരകളെ നമ്മൾ കേരളത്തിൽ സഖ്യപർവ്വതം എന്ന് പറയും. അതുപോലെ തന്നെ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഈ ഏലഗിരി കുന്നുകൾ അല്ലെങ്കിൽ കാർഡമം ഹിൽസ് എന്ന് പറയും കേട്ടാ. ഏലഗിരി കുന്നുകൾ അല്ലെങ്കിൽ കാർഡമം ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ പശ്ചിമഘട്ട മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. ഏലഗിരി, അത് ഓർത്ത് വെച്ചോണം കേട്ടാ. അടുത്ത ചോദ്യം, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം
ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ഏത്? കൊൽക്കത്ത തുറമുഖം അല്ലെ. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹൂഗ്ലി നദി എന്ന് പറയുമ്പോഴേ ഹൂഗ്ലി നദിയിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഗംഗയുടെ പോഷക നദിയാണോ ഹൂഗ്ലി? ഗംഗയുടെ പോഷക നദിയാണോ ഹൂഗ്ലി? അല്ല, ഗംഗയുടെ കൈവഴിയാണല്ലേ, കൈവഴിയാണല്ലേ. ഡിസ്ട്രിബ്യൂട്ടറി ആണ്, അല്ലെങ്കിൽ കൈവഴിയാണ്. അതായത് വെച്ച് കഴിഞ്ഞാല് ഒരു നദിയിൽ നിന്ന് മറ്റൊരു നദി പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ പറയുന്നത് കൈവഴി എന്നാണ് അല്ലെ, കൈവഴി എന്നാണ് എന്നെ പറയുന്നത്. ഹൂഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദിയുടെ പോഷക നദിയല്ല, അത് കൈവഴിയാണ്. ഗംഗാ നദിയുടെ കൈവഴിയാണ് എന്ന് പറയുന്നത് ഹൂഗ്ലി. വന്നു ചേരുന്നതിനെയാണ് പോഷക നദി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ദാമോദർ നദി ഗംഗയുടെ പോഷക നദിയാണോ അതോ ഹൂഗ്ലിയുടെ പോഷക നദിയാണോ? അതും പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദാമോദർ ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ കേട്ടോ. ഹൂഗ്ലി നദി ഉണ്ടല്ലോ, ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ കേട്ടോ, ദാമോദർ. ഓക്കെ, ക്ലിയർ ആണ്, അത് ഓർത്ത് വെച്ചോ കേട്ടോ. ഹൂബ്ലി എന്നൊരു സ്ഥലം ഉണ്ടാ, ഹൂബ്ലി ഹൂബ്ലി നമ്മൾ പഠിക്കും. ഹൂബ്ലി എവിടെയാ ഉള്ളത്? ഹൂബ്ലി തന്നെയാണ് നമ്മളിപ്പോ ഹുബ്ബള്ളി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. കർണാടകയിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം അവിടെ തന്നെയാണ്. വേറെ എന്തെങ്കിലും പ്രത്യേകത? നമ്മുടെ പതാക റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ. നമുക്ക് പതാക റിലേറ്റഡ് ഉള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ പറയുന്നുണ്ട്, ഈ ഹുബ്ലിയിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക പതാക നിർമ്മാണ കേന്ദ്രം കേട്ടോ. ഔദ്യോഗിക പതാക നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഹൂബ്ലി അല്ലെങ്കിൽ ഹുബ്ബള്ളിയിലാണ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പതാക നിർമ്മാണ കേന്ദ്രം അത് ഹൂബ്ലിയാണ്. ഹൂഗ്ലി കൊൽക്കത്തയിലാണ് കേട്ടോ. ഹൂഗ്ലി കൊൽക്കത്ത, ഹൂബ്ലി കർണാടക. ഓക്കെ, അടുത്ത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പിള്ളേർ? ചിന്നാറാണല്ലേ. ചിന്നാറാണ് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ചിന്നാറ് ഇടുക്കി ജില്ലയിലാണ്. 1984 സ്ഥാപിക്കപ്പെട്ടത്. എന്തൊക്കെയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് അവിടെ? നക്ഷത്രാമയുണ്ട് അല്ലെ, നക്ഷത്രാമയുണ്ട്. അതുപോലെ ചാമ്പൽ മലയെണ്ണാനുണ്ട്. ഓക്കെ, നക്ഷത്രാമ, ചാമ്പൽ മലയെണ്ണാൻ. അതുപോലെ തന്നെ കാട്ടുപോത്ത് ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ചിന്നാർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അടുത്ത് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഏതാണ് പിള്ളേരെ? ഹരിതഗൃഹവാതകങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് കമന്റ് കാണാൻ പറ്റില്ലേ? ഓക്കെ പിള്ളേർ, ഏത് പ്രോട്ടോകോളാ ഇത്? അത് ഓപ്ഷൻ സി കോട്ടോ പ്രോട്ടോകോൾ ആണ് അല്ലെ. കോട്ടോ പ്രോട്ടോകോൾ ആണ് ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ് കുട്ടികളെ? ഈ പറയുന്ന കോട്ടോ പ്രോട്ടോകോൾ ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, നമുക്ക് കോട്ടോ പ്രോട്ടോകോളും റംസാർ കൺവെൻഷനും അതുപോലെ തന്നെ മോൺട്രിയൽ പ്രോട്ടോകോളും ചോദിക്കാറുണ്ട്. ഓക്കെ, കോട്ടോ ഈ പറയുന്ന ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗുമായിട്ട് ബന്ധപ്പെട്ട്. റംസാർ കൺവെൻഷൻ എന്താണ്? റംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറ്റ്ലാൻഡ് ആണ് അല്ലെ. വെറ്റ്ലാൻഡ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണമാണ് റംസാർ കൺവെൻഷൻ. അതുപോലെ തന്നെ നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ ആകുമ്പോഴോ? മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളിയുടെ സംരക്ഷണമാണ് കേട്ടോ. ഈ കാർട്ടജീന പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാമോ? കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മോഡേൺ ടെക്നോളജിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ മോഡേൺ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തിയ ജീവികളുണ്ടല്ലേ. മോഡേൺ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ട് ജനിതക മാറ്റം വരുത്തിയ ജീവികളുണ്ട്. ആ ജീവികളുടെ കൈമാറ്റത്തെക്കുറിച്ച്, അന്താരാഷ്ട്ര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോളാണ് കാർട്ടജീന പ്രോട്ടോകോൾ കേട്ടോ. അതായത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ജനിതക മാറ്റം വരുത്തിയ ജീവികളുടെ കൈമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾ ആണ് എന്ന് പറയുന്നത് കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത നഗോയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക വിഭവങ്ങളുടെ വിനിയോഗത്തെ കുറിച്ച് പരാമർശിക്കുന്ന പ്രോട്ടോകോളാണ്. ജനിതക വിഭവങ്ങളുടെ വിനിയോഗത്തെ കുറിച്ച് വിനിയോഗത്തെ കുറിച്ച് പറയുന്ന പ്രോട്ടോകോളാണ് ഏത് പറയുന്നത്? നഗോയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. കാർട്ടജീന പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ബയോടെക്നോളജി ഉപയോഗിച്ച് മാറ്റം വരുത്തിയ ജീവികളുടെ കൈമാറ്റത്തെ കുറിച്ച് പറയുന്നതാണ് കാർട്ടജീന പ്രോട്ടോകോള്. നഗോയ പ്രോട്ടോകോൾ ജനിതക വിഭവങ്ങളുടെ വിനിയോഗത്തെ കുറിച്ചാണ് നഗോയ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോള് ഹരിതഗൃഹവാതകങ്ങള്, റംസാർ കൺവെൻഷൻ തണ്ണീർത്തടങ്ങള്, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് മോൺട്രിയൽ ഓസോൺ പാളിയാണ്. അടുത്ത് ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആനറും ഗിർണയും താപ്തി നദിയുടെ പോഷക നദിയാണ് അല്ലെ, താപ്തി നദിയുടെ. ഓക്കെ, നിങ്ങൾ ഈ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയും പെനിൻസുലാർ ഇന്ത്യൻ റിവേഴ്സും, അതായത് ഉപദ്വീപീയ ഇന്ത്യൻ നദികളും അവയുടെ പോഷക നദികളും അവയുടെ പ്രത്യേകതകളും, അത് നമ്മുടെ SCERT ഒരു ടേബിൾ ഉണ്ട്. നിങ്ങളിപ്പോ പല ആൾക്കാരും ചോദിക്കുന്ന പഴയ SCERT അത് പഠിക്കണമെന്നൊക്കെ പലർക്കും ഡൗട്ട് വരാം. അത് മസ്റ്റായിട്ട് പഠിക്കണം, മനസ്സിലായില്ലേ? ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നിങ്ങളിപ്പോ SCERT ഉണ്ടോ ഇല്ലെന്നല്ല നോക്കേണ്ടത്. ആ പ്രധാനപ്പെട്ട നദികൾ, ഉപദ്വീപീയ നദികളും അതുപോലെ തന്നെ ഹിമാലയൻ നദികളും, അത് രണ്ടും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് നല്ലപോലെ പഠിച്ചോണം കേട്ടോ. അത് ഈസിയാണ്, അതിന്റെ ടേബിളാണ്. ഞാൻ ക്ലാസ് എടുക്കും അത്. ഓക്കെ, ഇല്ലെങ്കിൽ കൂട്ടി നിങ്ങൾ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തു തരും കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 59 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയെന്നാണ് ചോദ്യം. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് 59 ഏതാ പിള്ളേരെ? ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വരും. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ 59 സ്ഥാപിച്ചത് എവിടെ സ്ഥിതി ചെയ്യുന്നു പിള്ളേരെ? അത് എവിടെയാണ്? ദുർഗാണോ, ദുർഗാപൂരാണോ, സുന്ദർഗഡ് ആണോ, ബൊക്കാറാണോ? ഇത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? 59 റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചത് ഭിലായി ആണ് അല്ലെ. ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ദുർഗ് എന്ന സ്ഥലത്താണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് പലരും ഈ റഷ്യ എന്ന് കണ്ട ഉടനെ 59 നോക്കാതെ നേരെ പോയിട്ട് ഭിലായ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ബൊക്കാറോ പോയി എഴുതി. ബൊക്കാറോ റഷ്യയുടെ സഹായം തന്നെയാണ്, പക്ഷെ അത് ഏത് വർഷമാണ്? ബൊക്കാറോ 1964 കേട്ടോ. ബൊക്കാറോ 1964. ബൊക്കാറോ 64. ഈ പറയുന്ന ദുർഗിൽ സ്ഥിതി ചെയ്യുന്ന ഭിലായി ആണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഈ ചോദ്യം ശ്രദ്ധിച്ചോണം കേട്ടാ. ഇതും ഈ SCERT കൃത്യമായി പറയുന്നുണ്ട്, ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭിലായി കേട്ടാ. ഈ വർഷവും എല്ലാം അത് പറയുന്നുണ്ട്. ഒരു ടേബിളിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ചുള്ള ഒരു ടേബിൾ ഉണ്ട് കേട്ടോ, ഒരു ടേബിള്. ആ ടേബിളിനകത്ത് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതും പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാറ്റ് എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അതായിരിക്കും പേരല്ലേ. എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അതായിരിക്കും പേര്. ഇപ്പം പർവ്വത പ്രദേശങ്ങളിൽ നിന്നും, അതായത് പർവ്വത പ്രദേശത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പം കാറ്റിന്റെ പേരെന്താണ്? പർവ്വതക്കാറ്റ് അല്ലേ. കാറ്റിന്റെ പേരെന്താണ്? പർവ്വതക്കാറ്റ്. ഓക്കെ, പർവ്വതക്കാറ്റ്. ഓക്കെ, പർവ്വതക്കാറ്റ് ക്ലിയർ ആണല്ലോ. നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. രാത്രി പർവ്വതം കരയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രിയാണ് പർവ്വതക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. ഒരു കാറ്റിന്റെ പേര് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ അറിയപ്പെടുന്ന പേര്? വളരെ ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ എന്തെന്നാണ് പറയുന്നത്? അതിനെ ഈസ്റ്റിങ്സ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത് വളരെ? ഈസ്റ്റിങ്സ് എന്നാണ് പറയുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ എന്തെന്ന് പറയും? ഈസ്റ്റിങ്സ് എന്ന് പറയും. അപ്പം നോർത്തിങ്സ് എന്താണ്? നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് കേട്ടോ. കിഴക്ക് പടിഞ്ഞാറ് തിരിച്ചാ പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ളത് നോർത്തിങ്സ്. മനസ്സിലായ? ഇപ്പൊ നമ്മൾ ഈ വടക്ക് തെക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേഗം വടക്ക് നോർത്ത് അല്ലേ? അല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ പേര് വരുന്നത് കേട്ടോ. വടക്ക് തെക്ക് ദിശ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ്റ്റിങ്സും, വടക്ക് തെക്ക് ദിശ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ്റ്റിങ്സും,
ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് പിള്ളേരെ? അത് നോർത്ത് ഇന്ത്സുമാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് നോർത്ത് ഇന്ത്സുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, കർണാടകയിലെ ആദി ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? പിള്ളേരെ അത് പ്രീവിയസ് ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഈ ചില ചോദ്യങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കറണ്ട് അഫയേഴ്സിൽ ഈ പുതിയ വന്യജീവി സങ്കേതങ്ങള്, പുതിയ പക്ഷി സങ്കേതങ്ങള്, അല്ലെങ്കിൽ പുതിയ കടുവാ സങ്കേതങ്ങള്, അതൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുക. ആദി ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെടുന്നത്? മയിലുമായി ബന്ധപ്പെട്ടതാണ്. കർണാടകയിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമുണ്ട്. നമുക്ക് മുമ്പ് അത് സ്ഥിരം ചോദിക്കുമായിരുന്നു. ഏതാണ്? പക്ഷി കാശി എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമുണ്ട്. പക്ഷി കാശി എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം. അത് ഏതാണ്? അത് രംഗണത്തിട്ട് പക്ഷി സങ്കേതമാണ് കേട്ടോ. രംഗണത്തിട്ട പക്ഷി സങ്കേതമാണ് പക്ഷി കാശി എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഓക്കെ.